When someone like Maniratnam says that he wants to do a tribute to a Mahabharata Karna, ദളപതി ആൻഡ് മഹാഭാരത നവംബർ 6 വന്നപ്പോഴത്തേക്കും 33 വർഷമായി ദളപതി ഫിലിം. അതായത് മണിരത്നം സാർ ഡയറക്റ്റ് ചെയ്ത സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, മമ്മൂക്ക, ശോഭന, ശ്രീദേവി, ഓംപുരി, മനോജ് കെ ജയൻ, അരവിന്ദ് സ്വാമി, അങ്ങനെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പിടി നല്ല ആക്ടേഴ്സ് അഭിനയിച്ച ഒരു സിനിമയാണ് ദളപതി. അപ്പോൾ സന്തോഷ് സാർ പറഞ്ഞ പോലെ തന്നെ മണിരത്നത്തിനെ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ കർണ മഹാഭാരത പ്രസൻറ്റ് ചെയ്യണം. അതന്ന് അദ്ദേഹം ചെയ്തത് ഇന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അതുപോലെ തന്നെ എത്രത്തോളം റെസംബ്ലൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ആ കഥാപാത്രത്തിനെ എങ്ങനെയാണ് എടുത്തത് അതുപോലെ തന്നെ അത്രയും നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ റീസെൻ്റ്ലി 1-2 ബുക്സ് വായിച്ചായിരുന്നു. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതത്തിൻ്റെ ബേസ് ചെയ്തും രാമായണത്തിൻ്റെ ബേസ് ചെയ്തും 1-2 ബുക്സ് ഞാൻ വായിച്ചിരുന്നു. അപ്പോഴാണ് കുറച്ചും കൂടി എന്താ പറയുക, കഥകളിലേക്കാൾ ഉപരി കുറച്ചധികം കാര്യങ്ങളുണ്ട്, കഥാപാത്രങ്ങൾ ഒരുപാട് അധികം കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആൻറ്റാഗണിസ്റ്റ്, അതായത് വില്ലന്മാർ ഉണ്ടാവുന്നത് എന്നെനിക്ക് സ്വയം മനസ്സിലായത് മഹാഭാരതം വായിച്ചപ്പോഴാണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ 7th ഡേ ഫോർ എക്സാമ്പിൾ, ആ ഫിലിമിൽ പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗുണ്ട്, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരാണ് എൻ്റെ ഹീറോസ്, കാരണം ഇവർ 3 പേരും തോറ്റുപോയവരാണ്. അത് തോറ്റുപോയ ആൾ തന്നെയാണ് കർണൻ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിനെ എടുത്ത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ സിനിമ ചെയ്യുമ്പോഴത്തേക്കും അത് ചെയ്തത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ, എത്രത്തോളം നല്ലതാണ്. അതിന് എനിക്ക് റെലവൻസ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളും പറയാനായിട്ടാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് ഈ സിനിമേനേക്കാൾ ഉപരി എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ സുഷാറിൻ്റെ ക്യാരക്ടർ തമ്മിലുള്ളൊരു ഡൈമെൻഷൻ ഉണ്ട്, തമ്മിലുള്ള ഒരു ചേർച്ചയുണ്ട്. മനസ്സിലായില്ലേ, സെയിം തന്നെയാണ് കർണനും സുയോധനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുര്യോധനൻ ശരിക്കും പേര് സുയോധനൻ എന്നാണ്. അത് വേറെ രീതിയിൽ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടാണ് ദുര്യോധനനുള്ള പേരിൽ ഇപ്പോൾ ഇന്ന് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ പോകുന്നില്ല, നമ്മളിപ്പോൾ വിഷയത്തിലേക്ക് മാത്രം നിൽക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് പറയാൻ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിലിമിലും അതുപോലെ തന്നെ മഹാഭാരതത്തിലും തമ്മിലുള്ള ഇൻ ബിറ്റ്വീനുള്ള സിമിലാരിറ്റീസ്, അതുപോലെ തന്നെ സിമിലർ ക്യാരക്ടേഴ്സ്, സിമിലർ സിനാരിയോസ്, സിമിലർ സിറ്റുവേഷൻസ്. അപ്പോൾ എക്സാമ്പിൾ 1, ദേവരാജും സൂര്യനും തമ്മിൽ കാണുന്ന ഇൻസ്റ്റൻസ് ഫിലിമിൽ വരുമ്പോഴത്തേക്കും രമണ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് മമ്മൂക്കടൊപ്പമുള്ള. ആ ക്യാരക്ടറിനെ അടിച്ചൊതുക്കി ഹോസ്പിറ്റലൈസ് ചെയ്ത് ക്രിട്ടിക്കലാക്കി ഇടുമ്പോഴത്തേക്കാണ് ഇത് ആരാണ് ചെയ്തത്, എന്താണ് ചെയ്തതെന്നുണ്ടെങ്കിൽ മമ്മൂക്ക വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും പറയുന്നത് സൂര്യയാണ് ചെയ്തത്, ഉണ്ട് കുണ്ടായിട്ട് പറയും, സംസാരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് അവർ തമ്മിൽ സംസാരിക്കുന്ന, അടുക്കുന്നതും ബന്ധമൊക്കെ കൊണ്ടിരുന്നതും ദേവാസൂര്യ ഏൻ ദളപതി എന്നുള്ള രീതിയിൽ പറയുന്നത്. വെൻ കംസ് മഹാഭാരതത്തിലേക്ക് വരുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അരങ്ങേറ്റം എന്ന രീതിയിൽ കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ അർജുനന് തുല്യമായിട്ട് മത്സരിക്കാൻ വന്ന ഒരാളാണ് ഒരു വില്ലാളി വീരനാണ് കർണൻ. പക്ഷേ ഒരു സൂതപുത്രൻ ഇൻ ദ സെൻസ് അതിരഥൻ്റെ മകനായിരുന്നു. ഫിലിമിൽ വരുമ്പോഴത്തേക്കും എന്താണ്, അണ്ടർ ഏജ് ആയിട്ട് പ്രഗ്നൻസി അതുപോലെ തന്നെ ഡെലിവറി വന്നു വന്നിട്ട് ശ്രീദേവിയുടെ ക്യാരക്ടർ പ്രസവിച്ചപ്പോൾ തന്നെ മഞ്ഞത്തുണിയിൽ കയറ്റി വരണതാണ്, ബോഗിയിൽ ട്രെയിനിൽ കയറ്റി വരണത്. സെയിം തന്നെ കുന്തി, അതായത് കർണൻ്റെയും പഞ്ചപാണ്ഡവരുടെയും അമ്മയായിട്ടുള്ള കുന്തിക്കൊരു വരം കിട്ടും മഹർഷിയുടെ നിന്ന്, ദേവന്മാരാൽ പ്രസാദിക്കപ്പെട്ട് മക്കളുണ്ടാവുന്ന രീതി. അപ്പോൾ അത് ഒന്ന് ട്രയൽ ചെയ്തതാണ്. അപ്പോൾ ട്രയൽ ചെയ്തപ്പോഴത്തേക്കും സൂര്യഭഗവാൻ കടാക്ഷിച്ച് വന്ന കവചകുണ്ഡലങ്ങളാൽ ജനിച്ച വിലാളി വീരനാണ് കർണൻ. അപ്പോൾ അന്ന് സെയിം തന്നെ കുന്തി നാണക്കേട്, പേരുദോഷം എല്ലാം എന്ന് വെച്ചാൽ കൊച്ചവിടെ നിന്നാണ്, ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ആൾ കന്യകയാണ്, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. എന്നിട്ട് നേരെ ഗംഗയിൽ ഒഴുക്കിവിടും. അങ്ങനെയാണ് അതിരഥന് കിട്ടുന്നത്. അതിരഥൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്തിനപുരം, അതായത് നമ്മളുടെ കൊട്ടാരം. ഹസ്തിനപുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതം നടക്കുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സിറ്റിയും അതുപോലെ തന്നെ റൂളിങ് സിറ്റിയും ക്യാപിറ്റൽ സിറ്റി എല്ലാം അതാണ്. അപ്പോൾ ഹസ്തിനപുരത്തെ കൊട്ടാരത്തിലെ രഥങ്ങളോടിക്കുന്നൊരു ആളാണ് അതിരഥനും ആളുടെ ഭാര്യയ്ക്കും ഗംഗയിൽ നിന്ന് കിട്ടുന്നതാണ് കർണനെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇക്വലൻ്റ് അല്ല. പഞ്ചപാണ്ഡവരിൽ പെടുന്നതാണ് അർജുനൻ, അതായത് പാണ്ഡു മഹാരാജാവിൻ്റെ മകനാണ്, രാജകുമാരനാണ്, ക്ഷത്രിയനാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇക്വലൻ്റ് അല്ല എന്നുള്ള രീതിയിൽ.
അപ്പോൾ ഓൾറെഡി ചെറുപ്പം തൊട്ടേ സുയോധനും കർണനും തമ്മിൽ അറിയാം. ഒരു ഗുരുകുലത്തിലാണ് പഠിച്ചതും വളർന്നെല്ലാം ഒരു ഗുരുവിൻ്റെ കീഴിലാണ് വളർന്നതെല്ലാം. അപ്പോൾ അന്ന് ആ സിനാരിയോയിൽ എല്ലാവരും കളിയാക്കിയപ്പോഴത്തേക്കും സുയോധനാണ് എണീറ്റ് എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ സുയോധന ഓൾറെഡി അറിയാം അർജുനൻ ഇക്വലൻ്റ് ആയിട്ട് ഉള്ള പോരാളി വില്ലാളി വീരൻ കർണൻ തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പോൾ നേരെ എണീറ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ജാതിയാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വെച്ചിട്ട് അംഗരാജ്യത്തിൻ്റെ രാജാവായിട്ട് ഞാനിവിടെ പട്ടാഭിഷേകം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട്, അപ്പോൾ ഇക്വലൻ്റ് ആയല്ലോ, അതായത് രാജകുമാരനാണ് രാജാവാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവർ തമ്മിൽ ബന്ധം ഊട്ടിയുറക്കുന്നതും. അപ്പോൾ കർണൻ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്, എന്താണ് നിനക്ക് തിരിച്ച് വേണ്ടതെന്നുള്ളത്. അപ്പോൾ സുയോധനൻ പറയുന്നുണ്ട്, എനിക്ക് വേറെ ഒന്നും വേണ്ട, നിൻ്റെ സൗഹൃദം മാത്രം മതി. സൗഹൃദമാണ് വേണ്ടത്, വേറെ ഒന്നും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം രാജാവാണ്, അടുത്ത കിരീടാവകാശിയാണ് സുയോധനൻ അഥവാ ദുര്യോധനൻ. സെയിം തന്നെയാണ് ദേവരാജന് വേറെ ഒന്നും വേണ്ട, നட்பு, അതായത് ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി. മഹാഭാരതത്തിൽ എല്ലാവരാലും തഴയപ്പെട്ടൊരു കഥാപാത്രമാണ് കർണൻ. സുയോധനനാണ് ആദ്യമായിട്ട് കൈപിടിച്ച് എന്താ പറയുക ഒരു സ്ഥാനത്തോട് നിർത്തുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, ആൾക്കൊന്നും ബെനിഫിറ്റ്സ് ഒന്നുമില്ല അതിനകത്ത്, ആൾക്ക് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. പക്ഷേ ആൾ നോക്കുമ്പോഴത്തേക്കും നാളെ എന്തെങ്കിലും മഹാഭാരത യുദ്ധം നടക്കും. അതിൻ്റെ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവരും കൗരവരും തമ്മിൽ ഒരു വലിയൊരു വിഷയം എന്തെങ്കിലും വരും. ആ സമയത്ത് തൻ്റെ ബലം ശക്തിപ്പെടുത്താനായിട്ട് കിരീടാവകാശിയാണ്, യുവരാജാവും കൂടിയാണ്. അതായത് പഞ്ചപാണ്ഡവരുടെ സൈഡിൽ നോക്കുമ്പോൾ യുധിഷ്ഠിരനാണെന്നുണ്ടെങ്കിലും കൗരവപക്ഷത്തിൽ നോക്കുമ്പോഴത്തേക്കും സുയോധനാണ്. അപ്പോൾ സുയോധനൻ തൻ്റെ ആൾബലവും തൻ്റെ പടയാളികളും തൻ്റെ പടത്തലവന്മാരെല്ലാം തൻ്റെ ലൈൻ ഓഫ് ആർമി ഇല്ലേ, അത് ഫുള്ള് ശക്തിപ്പെടുത്താനായിട്ടും കൂടിയാണ് കർണനെ കൂട്ടുന്നത്. പക്ഷേ അതിൽ നിന്ന് രണ്ടുപേർക്കും ബെനിഫിറ്റ്സ് ഉണ്ടാവും. കാരണം കുറച്ചും കൂടി നല്ലവനായിട്ട് മാറും സുയോധനൻ. സെയിം തന്നെയാണ് ദേവരാജിൻ്റെ കേസിലും. കാരണം സൂര്യ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ കുറച്ചും കൂടി കുറച്ചും കൂടി മയപ്പെട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ചുകൂടി നല്ലത് ചെയ്യണം ആൾക്കാർ, കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ദേഷ്യവും ഇതൊന്നും അതിനേക്കാളൊക്കെ ഉപരി ആൾക്കാരെ നല്ലതിന് വേണ്ടി നിൽക്കണം എന്നുള്ള രീതിയിലാണ് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് സൂര്യ വന്നതിന് ശേഷമാണ്. സെയിം തന്നെയാണ് സുയോധൻ്റെ കാര്യത്തിൽ. സുയോധന് വേറൊന്നും വേണ്ട, ഐ ജസ്റ്റ് വാണ്ട് യുവർ അൺവേവറിങ് ഫ്രണ്ട്ഷിപ്പ്. ഇതാണ് ആൾ ചോദിച്ചത്. കാരണം രാജഭരണം ഒരു രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചപ്പോഴത്തേക്കും എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും തിരിച്ച് എനിക്കിത് മതി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് സുയോധനൻ. ഇനി നമ്മൾ എന്ന് വെച്ചാൽ ഞാൻ ഇനി സംസാരിക്കേണ്ടി പോണത് കർണന് വേറെ കുറച്ച് പേരുകളുണ്ട്, നാമങ്ങൾ വേറെയുണ്ട്. അതിലൊരു 1-2 നാമങ്ങൾ പറയേണ്ടി പോണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സൂര്യയുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദളപതിയിൽ രജനീകാന്തിൻ്റെ ക്യാരക്ടറും ആ ക്യാരക്ടറിൻ്റെ മൊത്തത്തിലൊരു പ്രസൻറ്റേഷനിൽ ഈ പേരുകളിൽ നിന്ന് വന്നേക്കുന്നത്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ദാനവീര, വൺ ഓഫ് എ ചാരിറ്റബിൾ നേച്ചർ ഓർ വൺ ഹൂ ഈസ് എക്സെപ്ഷണലി ബെനിഫിഷ്യൻ ജനറസ്. അതായത് ഒരു ഇൻസ്റ്റൻസിൽ ദേവരാജ് ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എന്ത് കൊല്ലം, എന്ത് ജാതി, ഏത് മതത്തിലുള്ള ഒരാളാണ് സൂര്യ എന്ന് ചോദിച്ച് അധിക്ഷേപിക്കുന്നതല്ല ആളൊരു ബ്രാഹ്മണനാണ്. ആളുടെ മകളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതേ കാസ്റ്റിലുള്ള ഒരാൾ വേണമെന്ന് ആൾക്ക് നിർബന്ധമുണ്ട്. അതിന് சூர்யா உங்க ஜாதி இல்ல, வேற ஜாதி. தோளை சுத்தி உங்களை மாதிரி கயிறு இல்ல, அவ்வளவுதான். சீனிவாசன் அவ என்ன விட நல்லவன், உங்களை விட நல்லவன். என்ன வேணும்? தகுதி வேணும். என்னையா பெரிய தகுதி, பொல்லாத தகுதி, உலகனையா தகுதி இருக்கு? கலெக்டர் ஆபீஸ்ல குப்பை ஓட்டிட்டு இருக்க, பசின்னு யாராவது கிட்ட நல்லா கொடுப்பேன், நீ அவன் கொடுப்பான், கையில் இருக்கிற எல்லாத்தையும் கொடுப்பான். அவன் மாதிரி ஒருத்தன் உன் பொண்ணுக்கு இந்த ஜென்மத்தில் கிடைக்க மாட்டான். வேண்டாம், அந்த மாதிரி ஆளு என் குடும்பத்துக்கு வேண்டாம். ஏன்டா நல்லவன் சொன்னா உனக்கு புரியாதா? அவதான் பிடிச்சிருக்குன்னு சொல்லாலே கல்யாணம் பண்ணி வையண்டா, சந்தோஷமா இருக்கட்டும். என் பொண்ணை கொன்னுட்டு தவசம் பண்ணாலும் பண்ணுவேனே ஒழிய அந்த மாதிரி அயோக்கியனுக்கு கல்யாணம் பண்ணி வைக்க மாட்டேன். കിടന്ന് അതെല്ലാം മാറ്റി വെക്കണം, മറന്നു വെക്കണം എന്നുള്ള രീതിയിലാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ ദേവരാജ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നൊരു പെർട്ടിക്കുലർ ഡയലോഗ് ഉണ്ട്, கலெக்டர் ஆபீஸ்ல குப்பை ஓட்டிட்டு இருக்க, பசின்னு யாராவது கிட்ட நல்லா கொடுப்பேன், நீ
അവൻ കൊടുപ്പാ, കയ്യിലിരിക്കുന്ന എല്ലാத்தைയും കൊടുപ്പാ. ഇതിൽ തന്നെയുണ്ട്, അതായത് ആ ഒറ്റ ഡയലോഗിലുണ്ട് ശരിക്കും ആരാണ്, എന്താണ്, എത്രത്തോളം ജനറസ് ആണ്, എത്രത്തോളം ചാരിറ്റി ചെയ്യുന്ന, മുൻപിന് നോക്കാതെ ചാരിറ്റി ചെയ്യുന്നൊരു ക്യാരക്ടറാണ്, ഒരു വ്യക്തിയാണ് സൂര്യ എന്ന്. ഒന്ന് സുയോധനൻ, അതായത് ദേവരാജ് മമ്മൂക്കയുടെ ക്യാരക്ടർ, അപ്പുറത്ത് കർണ, അതായത് സൂര്യ, തൊട്ട് ഓപ്പോസിറ്റായിട്ട് അർജുന. നോക്കുമ്പോഴത്തേക്കും ധർമ്മം ഏതാണ് ധർമ്മം, യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വയം തീരുമാനിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നിയമത്തിന് മുമ്പിൽ വരുമ്പോഴത്തേക്കും നിയമം തന്നെയാണ് ഏറ്റവും വലുത്. ബിക്കോസ് ലോ ഈസ് ഓൾവേസ് അബവ് ദ ലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടർ അവരെ വിളിച്ച് സംസാരിക്കുന്ന സിറ്റുവേഷനിൽ, സിനാരിയോയിൽ കറക്റ്റ് മഹാഭാരത യുദ്ധത്തിന് മുൻപായിട്ട് നടക്കുന്ന സംഭാഷണങ്ങൾ പോലെയാണ്. അതായത് നിങ്ങൾ ഇത്ര നാൾ ചെയ്തിട്ടിരുന്ന കാര്യങ്ങളെല്ലാം നിർത്തണം, ഞങ്ങൾക്കാണ് അധികാരമുള്ളത്, ഞങ്ങളാണ് ഇനി ഭരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന രീതിയിൽ പറയുമ്പോഴത്തേക്കും എതിർത്ത് നിന്ന് സംസാരിച്ച ഒരാളാണ് സുയോധനൻ. ഓക്കെ, അതായത് കിരീടാവകാശം വേണം. അതായത് ഇത് ഈ മഹാഭാരതത്തിന് ഹിസ്റ്ററി പറയുന്നതിന് കുറച്ച് ബാക്കിലോട്ട് പോകണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. പാണ്ഡു മഹാരാജാവിന് ഒരു ശാപമുണ്ട്. അതായത് വേഴ്ചയിൽ, അതായത് ഫിസിക്കലി ഇൻവോൾവ് ആകാനായിട്ട് തൻ്റെ ഭാര്യമാർ ഏതെങ്കിലും സ്ത്രീനെ സ്പർശിച്ച് കഴിഞ്ഞാൽ ആൾ തൽക്ഷണം മരിക്കും എന്നൊരു ശാപം ഒരു മഹർഷി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് പാണ്ഡു മഹാരാജാവിൻ്റെ മക്കളല്ല പഞ്ചപാണ്ഡവന്മാർ 5 പേരും പല പല ദൈവങ്ങളാൽ പ്രസാദിച്ച് കടാക്ഷിച്ച് ഒരു വരം മുഖേന കിട്ടിയതാണ്. ഈ ഗർഭം ധരിച്ചാണ് പാണ്ഡു മഹാരാജാവിൻ്റെ 2 ഭാര്യമാർ. അപ്പോൾ അതിനകത്തൊക്കെ അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കും സുയോധനൻ്റെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ലെജിറ്റല്ല, അതായത് പ്രോപ്പർ ബ്ലഡ് ലൈൻ അല്ല. എന്നുവെച്ചാൽ പ്രോപ്പർ ബ്ലഡ് ലൈൻ ആണല്ലോ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ബോൺ സൺ, അതായത് രാജാവിൻ ഫസ്റ്റ് ബോൺ സണ്ണാണല്ലോ എപ്പോഴും മുൻതൂക്കമുള്ളത്. അതുപോലെ തന്നെ യുധിഷ്ഠിരൻ, പഞ്ചപാണ്ഡവരിൽ മൂത്ത ആളായിട്ടുള്ള യുധിഷ്ഠിരൻ ഒരു ദിവസം മുൻപാണ് ജനിച്ചത്. സുയോധനേക്കാളും ജനിച്ചത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഇല്ലാതെ തന്നെ അത് എല്ലാം നടക്കുന്നുണ്ട്, എല്ലാം സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, എല്ലാ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ നടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്യം ചോദിക്കും. അപ്പോൾ രാജ്യം ഭരണം ചോദിക്കുന്ന സമയത്ത് തൻ്റേതാണല്ലോ, സുയോധൻ്റെ സൈഡിൽ നിന്ന് ഹോസ്പിറ്റലിൽ നോക്കുന്നത് സുയോധൻ്റെ ആണല്ലോ, ഹസ്തിനപുരമല്ല. അപ്പോൾ തരാൻ വേണ്ടി പറ്റില്ല, യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള രീതിയിലാണ് ആ ഒരു സിനാരിയോ സിറ്റുവേഷൻ സെയിം തന്നെ സിനിമയുടെ രീതിയിൽ മണിരത്നം കാണിച്ചിരിക്കുന്നത്. കാരണം ദേവരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ എന്തിനും വേണ്ടി പോകുന്ന പടത്തലവനാണ് സൂര്യ അഥവാ കർണൻ. സെയിം തന്നെ സുയോധൻ്റെ ഏറ്റവും വലിയ വലങ്കയാണ്, ഏറ്റവും വലിയ സുഹൃത്താണ് കർണൻ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടാണ് പറയുന്നത്. അതായത് സുയോധൻ പറയുന്ന ഒരു സിറ്റുവേഷൻ ഈ സൈനിൽ പറയുന്നത് മുടിയാതെ, അതായത് നീ പറയണ പോലെ, നിങ്ങൾ പറയുന്ന പോലെ നടക്കില്ല, ഞങ്ങളുടെ വഴിക്കുന്ന പോയി യുദ്ധം എന്ന രീതിയിലാണ് മുമ്പോട്ട് വന്നത്. അങ്ങനെയാണ് മഹാഭാരത യുദ്ധം സംഭവിക്കുന്നതും. ഇപ്പോൾ ഈ ഫിലിമിലാണെന്നുണ്ടെങ്കിലും ഒരു സിനാരിയോ ഞാൻ പറഞ്ഞില്ല, അതായത് എല്ലാം അറിഞ്ഞു. അതായത് ഓംപുരിയുടെ ക്യാരക്ടർ വന്നിട്ട്, ഓംപുരിയുടെ ക്യാരക്ടറാണ് ആക്ച്വലി നമുക്ക് കൃഷ്ണന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് പറയുന്നത്, ഇക്വലൻ്റ് ആയിട്ട് പറയപ്പെടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുന്തി, അതായത് കർണൻ്റെ അമ്മയും ശ്രീകൃഷ്ണ ഭഗവാനുമാണ് നേരിട്ട് നിന്ന് പറയുന്നത്. മഹാഭാരത യുദ്ധത്തിന് മുൻപായിട്ട്, കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപായിട്ട് പറയുന്നത്, പഞ്ചപാണ്ഡവർ നിൻ്റെ സഹോദരന്മാരാണ്, നീയാണ് പഞ്ചപാണ്ഡവരിൽ ഏറ്റവും മൂത്തത്, അപ്പോൾ നീ അങ്ങടേക്ക് വാ, പഞ്ചപാണ്ഡവർ പക്ഷത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നൊരു സിറ്റുവേഷൻ സിനാരിയോ ഉണ്ട്. അതുണ്ട്, മഹാഭാരതത്തിലുണ്ട്. ആ സെയിം തന്നെ കാര്യം റിവീൽ ചെയ്യുന്നത്, തൻ്റെ ബ്ലഡ് ലൈൻ, താൻ ആരാണ്, തൻ്റെ മാതാപിതാക്കൾ, തൻ്റെ പാരൻസ് ആരാണ്, ഇത്രയും വലിയ ഫാമിലി തനിക്കുണ്ട്, ഇതൊക്കെ അറിയുന്നൊരു ഇൻസ്റ്റൻസ് സെയിം തന്നെ ദളപതി ഫിലിമിലുണ്ട്. ഇതറിഞ്ഞിട്ട് പോലും കർണനാണെങ്കിലും രണ്ടാമതൊന്നും ആലോചിക്കില്ല സുയോധനെ വിട്ടു പോകാനായിട്ട്. സെയിം തന്നെയാണ് സൂര്യയും ദേവരാജനെ വിട്ടു പോകാനായിട്ട് കൺസിഡർ പോലും ചെയ്യുന്നില്ല. അത് ആ ഡയലോഗ് ഇതാണ്. എന്തായാലും നീ മട്ടെന്താ അങ്ങനത്തെ രീതിയിൽ പറയുന്ന ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്. സെയിം തന്നെയാണ് മഹാഭാരതത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഫിലിമിൽ അവസാനം ക്ലൈമാക്സിൽ മരണപ്പെടുന്നവരാണ് ദേവരാജ്, അതായത് മമ്മൂക്കയുടെ ക്യാരക്ടറാണ്. മഹാഭാരതത്തിലും എനിക്കറിയില്ല, എനിക്കൊന്ന് റീച്ച് ചെയ്യേണ്ടി വരും ആരാണ് ആദ്യം മരണപ്പെടുന്നത്, ദുര്യോധനാണോ കർണനാണോ എന്നുള്ളത് ക്രോസ് ചെയ്യേണ്ടി വരും.
അന്ന് അതായത് ഈ റീസെൻ്റ്ലി വരെ ഒരു 4-5 years ബാക്ക് വരെ ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യയാണ് ആദ്യം മരിക്കുന്നത്, അതായത് രജനീകാന്തിൻ്റെ ക്യാരക്ടറാണ് ആദ്യം മരിക്കുന്നത്. അത് അവിടെ തമിഴ്നാട്ടിലെ ആൾക്കാർ വലിയ പ്രശ്നമായി വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അന്ന് ആ ഫിലിം എടുത്തത് തന്നെ ഒരു വിധത്തിലാണ്, അത്രയും കൺസ്ട്രെയിൻസും വിഷയങ്ങളും എല്ലാം ലിമിറ്റ് വെച്ചിട്ടാണ്, ബഡ്ജറ്റ് ലിമിറ്റ് വെച്ചിട്ടാണ് ആ ഫിലിം എടുത്തതെന്ന് മണിരത്നം സാർ ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീട് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരാണ് ആദ്യം മരിക്കുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പോൾ കർണൻ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കരയുന്നൊരു ഇൻസ്റ്റൻസ് ഉണ്ട്. അതായത് അർജുനൻ രഥത്തിൻ്റെ ചക്രം ചെളിയിൽ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ സൂര്യാസ്തമനത്തിന് ആ സമയത്ത് ആ ടൈമിലാണ്, അതായത് യുദ്ധം തീർന്ന് എന്ന രീതിയിൽ വരുമ്പോഴത്തേക്കാണ് അമ്പെയ്ത് കൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാനാണെന്നുണ്ടെങ്കിലും ആളെത്രത്തോളം ലോയലായിരുന്നു, ആളെത്രത്തോളം ജനറസ് ആയിരുന്നു, ആളെത്രത്തോളം മഹത്വമായിട്ടുള്ള വ്യക്തിയായിരുന്നു, ആളെത്രത്തോളം നല്ല മനുഷ്യനാണ്, എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് പോലും തൻ്റെ സുഹൃത്തിനെ വിട്ടിട്ട് പോകാതിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് കരയുന്നൊരു ഇൻസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ശ്രേഷ്ഠത എത്രത്തോളം ശ്രേഷ്ഠനാണ് കർണൻ. ഞാൻ കർണൻ്റെ മഹത്വം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് പല സിനാരിയോ സ്റ്റോറി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫസ്റ്റ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണനും സ്വർണ്ണമലകൾ. ഒരു തവണ ഒരു സമയത്ത് അർജുനൻ വന്ന് കൃഷ്ണ ഭഗവാന്റെ അടുത്ത് കംപ്ലൈൻറ്റ് പോലെ അസൂയപ്പെട്ടിട്ടാണ് ആ കഥ വരുന്നത്. അസൂയപ്പെട്ടിട്ട് വന്ന് ചോദിക്കുന്ന ഇൻസ്റ്റൻസ് ഉണ്ട്. അതായത് ഏറ്റവും വലിയ ദാനവീരൻ കർണനാണോ, ബാക്കി ആരും എന്താണ് നല്ല സൽപ്രവൃത്തികളും നല്ല പ്രവൃത്തികൾ ചാരിറ്റബിൾ ആയിട്ടുള്ള വർക്ക്സ് ഒന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ലേ, കർണൻ മാത്രമാണോ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ദാനവീരൻ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, നമുക്ക് തീരുമാനമാക്കാമെന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു വില്ലേജിനടുത്ത്, ഒരു സാധാരണ ഒരു ഗ്രാമത്തിനടുത്ത് ചെന്നിട്ട് 2 മലകൾ സ്വർണ്ണമാക്കി, അതായത് സ്വർണ്ണത്തിൻ്റെ മലകളാക്കിയാണ്. എന്നിട്ട് അർജുനടുത്ത് പറഞ്ഞു, അർജുന നീ ഇത് ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അർജുനൻ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ വിളംബരം ചെയ്തു. വിളംബരം എന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് അനൗൺസ് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വർണ്ണമല എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കരഘോഷങ്ങളും ആർപ്പുവിളികളും ജൈവിളികളെല്ലാം വന്നപ്പോഴത്തേക്കും കുറച്ച് അത്യാവശ്യം എന്താ പറയുക നെഞ്ചൊക്കെ വിരിച്ചിട്ടാണ് അർജുനൻ നടന്ന് ചെന്ന് എല്ലാവർക്കും 2 പകലും 2 രാത്രി നിന്ന നിപ്പിൽ സ്വർണ്ണമല വീതിച്ചു കൊടുത്തിട്ടും തീരുന്നില്ല. ഇപ്പോൾ 2 ദിവസമായല്ലോ. വിത്തൗട്ട് എനി റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും തളരുള്ളൂ. അപ്പോൾ തളർന്നു കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് അർജുനൻ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ മതിയായിക്കോ നിർത്തിക്കോ എന്ന് പറയും. കർണൻ വിളിച്ചിട്ട് പറയും, ഈ 2 സ്വർണ്ണമലകൾ ഈ പറയുന്ന ഗ്രാമവാസികൾക്ക് വീതിച്ചു കൊടുക്കുമെന്ന് പറയും. കർണൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണമല നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങൾക്ക് എടുക്കാം എന്ന് പറഞ്ഞ് നടന്നു പോകും. തിരിഞ്ഞു പോലും നോക്കില്ല. അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അർജുന നിന്നോട് ഞാൻ ഈ സ്വർണ്ണമല വീതിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും നീ നിന്നിട്ടാണ് നിനക്ക് തോന്നുന്ന രീതിയിലാണ്, അതായത് നീ എന്നുള്ള വ്യക്തിക്ക് തോന്നണാണ് ഇയാൾക്ക് ഇത്ര കൊടുക്കാം ഇയാൾക്ക് ഇത്ര കൊടുക്കാമെന്ന്. ആ രീതിയിൽ നോക്കിയിട്ടാണ് നീ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക. പക്ഷേ കർണൻ ദാനം കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ദാനം കൊടുക്കുക, അതിൽ വളവ് പോലും വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളുടെ ആർപ്പുവിളികളോ ഈ ഗ്രാമവാസികളുടെ ആർപ്പുവിളികളോ ജൈവിളികളോ ആരവങ്ങളോ ഒന്നും കേൾക്കാൻ ആൾ നിൽക്കുന്നില്ല, ആളങ്ങോട്ട് പോവുകയാണ്. അതായത് കർണൻ എന്ത് ചെയ്താലും ചാരിറ്റബിൾ ആണെന്നുണ്ടെങ്കിലും ദാനമാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്താലും ശരി തിരിച്ചൊന്നും മോഹിക്കുന്നില്ല, തന്നെ കൊണ്ടാകും അത് ചെയ്യുക, സിമ്പിൾ. അങ്ങനെയാണ് വരുന്നത്. രണ്ടാമത്തെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണനും ചൂണ്ടുവിരലും. കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് കർണൻ സ്വർഗത്തിൽ ചെന്ന് നിൽക്കുകയാണ്. അതായത് സ്വർഗത്തിലാണ് ആൾ നിൽക്കുന്നത്. പക്ഷേ മുഴുവൻ നിധികളാണ്, സ്വർണ്ണ കൂമ്പാരങ്ങളാണ്, വജ്രങ്ങളാണ്, വൈരങ്ങളാണ്. ആൾക്ക് വിശക്കുന്നുണ്ട്. അതായത് കർണന് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഭക്ഷണങ്ങളില്ല, അതായത് താളികയിലെന്ന് വെച്ചാൽ ഭക്ഷണമൊന്നുമില്ല. ആൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവണേ, വിശക്കണേണല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അടുത്ത് വന്ന് ക്ഷേമം അന്വേഷിക്കും. എന്ത് പറ്റി, എന്താണ് കൺസേൺ എന്താണെന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും പറയും എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തെങ്കിലും ചെയ്ത് തന്നെ എന്നുള്ള പറയുമ്പോഴത്തേക്കും കർണ നീ നിൻ്റെ ചൂണ്ടുവിരൽ നിൻ്റെ വായിലേക്ക് നീട്ടുക എന്ന് പറയും. അപ്പോൾ കർണ വാസ് ലൈക്ക് വാട്ട്,
അപ്പോൾ അതിന് കാരണം പറയും ശ്രീകൃഷ്ണ ഭഗവാൻ. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ ഒരു മഹർഷി, ഒരു മുനി ഭിക്ഷ യാചിച്ച് ഭക്ഷണം ചോദിച്ച് കർണൻ്റെ വീട്ടിലെത്തും. കൊട്ടാരമാണോ വീടാണോ എനിക്ക് കൺഫേം അല്ല, ഞാൻ പറയുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ മൊമെൻറ്റിൽ ആളുടെ വീട്ടിൽ, അതായത് കർണൻ്റെ കയ്യിൽ കൊടുക്കുവാനായിട്ട് ഒന്നുമില്ല, ഓഫർ ചെയ്യാനായിട്ട് ഒന്നുമില്ല. നേരെ ചൂണ്ടുവിരൽ കാണിച്ച് സുയോധനൻ്റെ വീട്, കൊട്ടാരം കാണിച്ചു കൊടുക്കും. അവിടെ ചെന്നാൽ മതി, അവിടെ അന്നദാനം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ്, ആ ഒരൊറ്റ കാരണത്തിലാണ് തൻ്റെ ചൂണ്ടുവിരൽ തൻ്റെ വായിലേക്ക് ചൂണ്ടിക്കഴിഞ്ഞാൽ തൻ്റെ വിശപ്പ് മാറും. അതായത് തൻ്റെ അടുത്തില്ലെങ്കിലും വേറെ ആളൊന്ന് കൊടുക്കാനായിട്ടുള്ള ആ ഒരു മനസ്സ്. അങ്ങനെ നമുക്ക് ലെയേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. മറ്റാർക്കും എന്താ പറയുക, ഒരു രീതിയിലും പാരലി വെക്കാൻ വേണ്ടി പറ്റാത്തൊരു മഹത്തായ ഗുണം ഉള്ളൊരു വ്യക്തിയാണ്, ഒരു ക്യാരക്ടറാണ് കർണൻ. അതായത് ആളുടെ പേര് തന്നെ ദാനവീർ, അതായത് മഹത്തായ ദാതാവ്, മുൻപിൽ ചിന്തിക്കാതെ ദാനം ചെയ്യും. കർണൻ എന്തുകൊണ്ടിട്ടാണ് ഇത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ എന്താ പറയുക, ഫോളൻ ഹീറോ എന്നുള്ള രീതിയിൽ ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ദളപതി ഫിലിമിൽ സൂര്യ എന്ന ക്യാരക്ടറിൻ്റെ എക്സാക്ട്, അതായത് കർണൻ എങ്ങനെയാണോ അതുപോലെ തന്നെ പോർട്രേ ചെയ്യിപ്പിച്ചേക്കുന്നത്. അതായത് ഏറ്റവും സട്ടിലായിട്ടുള്ള അഭിനയമാണെന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ജസ്റ്റ് വൺ ഓഫ് ദി വെരി ബെസ്റ്റ് പെർഫോമൻസ് അദ്ദേഹത്തിന് കാഴ്ചവെച്ചത്. ഒരു മോഹൻലാലിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, പുള്ളി എപ്പോഴാണെങ്കിലും ടോപ്പ് നോക്കാൻ. അപ്പോൾ എനിക്ക് സുയോധനനെ ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം, സുയോധനൻ രാജാവാണ്, രാജകുമാരനാണ്, യുവരാജാവാണ്, നാളത്തെ അശ്വനിപുരത്തിൻ്റെ രാജാവാണ്. സെയിം തന്നെയാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ. ആ ഒരു ഗാംഭീര്യമുള്ള കാര്യങ്ങളുണ്ട്, അത് കറക്റ്റായിട്ട് നമുക്ക് ഒന്നും പറയില്ല, കേട്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. తన పేరు చరిత్ర మర్చిపోదు. సూర్యపుత్ర వైకర్తన